എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വെൻ ദ യൂത്ത് ഇസ് റെഡി മേക്ക് ദം ഇൻ ചാർജ്. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ നേരത്തെ ഉള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു, നമ്മുടെ വീട്ടിലെ കുട്ടികളാണെങ്കിലും നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തെ ചെറുപ്പക്കാരാണെങ്കിലും അവരെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കണം. എപ്പോഴും അവരുടെ മേലൊരു നോട്ടം വേണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ വളർന്ന് വലുതായി ഒരു നല്ലൊരു പരുവം എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ആ ഒരു കടിഞ്ഞാൺ അല്ലെങ്കിൽ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കുമോ നമ്മൾ? അതിനെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒട്ടുമിക്ക വീട്ടിലും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, വീട്ടിലെ കുട്ടികൾ ചെറിയ പ്രായമായിരിക്കുമ്പോൾ അവർ എന്ത് കഴിക്കണം, എങ്ങനെ നടക്കണം, എന്ത് പഠിക്കണം എന്നൊക്കെ നമ്മളായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ തീരുമാനിക്കുന്നത്. പക്ഷേ ഇതേ തീരുമാനം വർഷങ്ങളോളം നമ്മൾ നീണ്ട് കൊണ്ടുപോകും അല്ലേ? അതായത് ഒരു കുട്ടിയായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തീരുമാനം എടുക്കുന്നതിന് അർത്ഥമുണ്ട്. പക്ഷെ അതേ കുട്ടി ഒരു 50ഓ 60ഓ വയസ്സ് പ്രായമായിട്ടും ആ കുട്ടിയുടെ അച്ഛനും അമ്മയാണ് ഇപ്പോഴും തീരുമാനം എടുക്കുന്നതെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ആയുസ് നമ്മൾ ഇല്ലാതെയാക്കി എന്ന് വേണം പറയാൻ. 50 അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞിട്ടും അപ്പോഴും 85 അല്ലെങ്കിൽ 90 വയസ്സുള്ള അച്ഛനോ അമ്മയാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ ആ കുട്ടി ശരിക്കും നല്ലൊരു ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ആ ഉത്തരവാദിത്വം അതെന്ത് തന്നെ ആയിക്കോട്ടെ, ചെറുതോ വലുതോ എന്താണെങ്കിലും ആ ഒരു ഉത്തരവാദിത്വം, ആ ഒരു കടിഞ്ഞാൺ അവരെ ഏൽപ്പിക്കാനുള്ള മനസ്സ് മുതിർന്നവർക്കുണ്ടാവണം. അത് നമ്മളിൽ എത്ര പേർക്കുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പം നമ്മൾ ഒരുപക്ഷെ നമുക്ക് കുട്ടികൾ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും. അതാണ് ഞാൻ പറഞ്ഞത്, കുടുംബത്തിലെ കുട്ടികളാണെങ്കിലും പ്രസ്ഥാനത്തെ ചെറുപ്പക്കാരാണെങ്കിലും സമയമാകുമ്പോൾ, കൃത്യമായിട്ടുള്ള സമയമാകുമ്പോൾ അത് ഏൽപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴാണ് കൃത്യമായിട്ടുള്ള സമയമായത് എന്നുള്ളത് തീരുമാനമെടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. അതിനാണല്ലോ മുതിർന്നവരായ നമ്മളുള്ളത്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ ഒന്നും ചിന്തിക്കാതെ തന്നെ പതുക്കെ പതുക്കെ അവരെ കാര്യങ്ങൾ ഏൽപ്പിച്ച് അവരെ ഒബ്സർവ് ചെയ്യുക. അവർക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാനുള്ള കഴിവ് ഉണ്ട് എന്ന് വിശ്വസിക്കുക. അതല്ലാതെ നീ അത് ചെയ്താൽ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യും, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ തന്നെ ആയിരിക്കും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ വലിയൊരു തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചാണക്യനും അതേപോലെ തന്നെയായിരുന്നു. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ ട്രെയിൻ ചെയ്ത് അവർക്ക് അതിനുള്ള ഒരു പക്വതയായി, ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പക്വതയായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ കാര്യങ്ങൾ അങ്ങ് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തെറ്റ് ചിലപ്പം സംഭവിക്കാം. ആ തെറ്റിൽ നിന്നും തീർച്ചയായിട്ടും ഒരു വലിയൊരു പാഠമായിരിക്കും അവർ പഠിച്ചെടുക്കുന്നത്. അവരുടെ ജീവിതത്തിലെ അനുഭവം കൊണ്ടുള്ള ഒരു പാഠം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം. അതേപോലെ തന്നെ സ്വതന്ത്രരായി പ്രവർത്തിക്കാനും ഉള്ള ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് അവർക്ക് കൊടുക്കാം. അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു മാറ്റം തന്നെ നമുക്ക് കൊണ്ടുവരാനായിട്ടും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.